So welcome to another session. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SLIൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടിപ്പിക്കൽ SLI സെറ്റ് ഔട്ട് എങ്ങനെയായിരിക്കും, ദാറ്റ് മീൻസ് ദ കോണ്ടൻറ്റ്സ് ഇൻ SLI എന്നുള്ളതാണ്. സോ ആസ് വി ഓൾ നോ ദാറ്റ് service level agreements are typical agreements or contracts with suppliers, and that define the service they must provide and the level of service to be delivered, okay, and which also set out the different kinds of responsibilities and priorities by both the parties. That means സപ്ലയർ ഓർഗനൈസേഷനും കസ്റ്റമർ ഓർഗനൈസേഷനും രണ്ടുപേരുടെയും പാർട്ടിൽ നിന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദർ ഒബ്ലിഗേഷൻസ് ഇതൊക്കെയാണ് നമുക്കിവിടെ ഒരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ടെക്സ്റ്റിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു ടിപ്പിക്കൽ SLIയുടെ കോണ്ടൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്കത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഇസ് ദ സർവീസ് ബീയിങ് പ്രൊവൈഡഡ്. ദാറ്റ് മീൻസ് വിച്ച് കൈൻഡ് ഓഫ് സർവീസസ് ആർ ടു ബി ഡെലിവേർഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലോസസ് എവിടെ ഉണ്ടായിരിക്കണം, ഈ ഒരു സർവീസ് ലെവൽ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ദ ടൈപ്പ് ഓഫ് സർവീസ് ആൻഡ് എനി അഡീഷണൽ ഡീറ്റെയിൽസ് ഓഫ് ടൈപ്പ് ഓഫ് സർവീസ് ടു ബി പ്രൊവൈഡഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസസിൽ ഉണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ഏത് കൈൻഡ് ഓഫ് സർവീസ് ആണ് ഈ രണ്ട് പാർട്ട്നേഴ്സും, ദാറ്റ് മീൻസ് ദിസ് ഫ്രം ദ പാർട്ട് ഓഫ് സപ്ലയർ ആൻഡ് ഫ്രം ദ പാർട്ട് ഓഫ് കസ്റ്റമർ ഓർഗനൈസേഷൻ ഇവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലോസ് നമുക്ക് SLIയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദെൻ ദ ഡിസൈർഡ് സർവീസസ് ഡിസൈർഡ് പെർഫോമൻസ് ലെവൽ. That means especially in reliability and responsiveness of both the parties. സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് എങ്ങനെയായിരിക്കണം, ഇവരുടെ പെർഫോമൻസിൽ അവർ ഫോളോ ചെയ്തിരിക്കേണ്ടുന്ന പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഏത് രീതിയിലായിരിക്കണം, യാതൊരു തരത്തിലുള്ള ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാവാതെ പ്രോപ്പർ ടൈമിൽ പ്രോപ്പറായിട്ട് എല്ലാ ആക്ടിവിറ്റീസും അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ പ്രോപ്പറായ രീതിയിലുള്ള റെസ്പോൺസീവ്നെസ് ഫ്രം ബോത്ത് ദ പാർട്ടീസ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ കറക്റ്റായിട്ടുള്ള ക്ലോസസ് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ദ ടൈം ടേബിൾ ഫോർ ഡെലിവറി എന്നുള്ളത് തൊട്ട് മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് റെസ്പെക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സപ്ലയർ ആൻഡ് കസ്റ്റമർ. സപ്ലയറുടെ ഭാഗത്തു നിന്നും കസ്റ്റമറുടെ ഭാഗത്തു നിന്നും ബോത്ത് ദ പാർട്ടീസ് ഏതെല്ലാം തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് അത് നമ്മളവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദെൻ ദ പ്രൊവിഷൻസ് ഫോർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസസ്. നമുക്ക് ആസ് എ ബിസിനസ് ഓർഗനൈസേഷൻ ലീഗലായി പല രീതികളിലുള്ള ലൈസൻസസ് നമുക്ക് അപ്രൂവൽ വേണ്ടി വരും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പല രീതികളിലുള്ള അപ്രൂവൽസ്, പല രീതികളിലുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും രണ്ട് ഓർഗനൈസേഷൻസും. സോ അത്തരത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട എല്ലാ തരത്തിലുമുള്ള ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്സ് ദ ഹാവ് ടു കംപ്ലയൻറ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ ലീഗലി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാന്നുള്ള മീനിങ് ആണ്. സോ ഈ രീതിയിൽ ഇവർക്ക് വേണ്ടുന്ന ആസ് എ പാർട്ട് ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് ഓർ എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിലും കറൻ്റ്ലി നിലവിൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട ലീഗൽ റിക്വയർമെൻറ്റ്സ് അത് പ്രോപ്പറായിട്ട് ഏതൊക്കെയാണ് ആസ് എ പാർട്ട് ഓഫ് ദിസ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദെൻ ദ മെക്കാനിസംസ് ഫോർ മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സർവീസ്. സോ ഈ ബോത്ത് ദ പാർട്ടീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആസ് പെർ ദ കോൺട്രാക്റ്റ് ആൻഡ് ആസ് പെർ ദ പ്ലാനിങ് ആണോ രണ്ട് പേരുടെയും പെർഫോമൻസ് എന്നുള്ളത് ദ ഹാവ് ടു കീൻലി ഒബ്സർവ്. ആൻഡ് അതിനുശേഷം എന്തെങ്കിലും ഡീവിയേഷൻസ് ഫ്രം ദ പ്ലാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്ലാൻസിൽ നിന്ന് എന്താ ഡീവിയേഷൻ ഉണ്ടായെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം, അല്ലേ? അപ്പോഴേ നമ്മളുടെ പ്ലാനിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഈ മോണിറ്ററിംഗ് സിസ്റ്റം, പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ഓഫ് ബോത്ത് ദ പാർട്ടീസ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺട്രാക്ട് ഏത് രീതിയിൽ വേണം, ആൻഡ് അതിലുണ്ടാവുന്ന നെഗറ്റീവ് ഡീവിയേഷൻസിനെ പ്രോപ്പറായ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ദ പേയ്മെൻറ്റ് ടേംസ് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്ലയർക്ക് അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസിന് ഇൻ റിട്ടേൺ ആയിട്ട് എന്ത് വേണ്ടി വരും, പേയ്മെൻറ്റ് കൊടുക്കണം, അല്ലേ? അപ്പോൾ ഈ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്
പ്രോപ്പർ ടൈമിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആസ് ദ ഡിസ്കസ്ഡ് ഏർലിയർ സ്റ്റേജസ് കറക്റ്റായ രീതിയിൽ ബൈ ചെക്കോ ഓൺലൈനോ ഓഫ്ലൈനോ ഏത് രീതിയിലാണെങ്കിലും ഈവൻ ഇഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അലൗഡ് ആണെങ്കിൽ ആഫ്റ്റർ എത്ര പീരീഡ്സിന് ശേഷമാണ് ഈ ഒരു പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അതങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ പേയ്മെൻറ്റ് ടേംസ് എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് എവിടെ ഉണ്ടായിരിക്കണം, ഈ ഒരു കോൺട്രാക്റ്റിലുണ്ടായിരിക്കണം. പിന്നെ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്? രണ്ടുപേരും എക്സ്റ്റേണൽ പാർട്ടീസ് ആണല്ലേ. ഇപ്പോൾ സപ്ലയർ എന്ന് പറയുന്ന ആളുടെ ഒരു തേർഡ് പാർട്ടിയാണ് ഈ പറയുന്ന കസ്റ്റമർ ഓർഗനൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമ്പോൾ ആ കോൺഫ്ലിക്ട്സിനെ എങ്ങനെ റിസോൾവ് ചെയ്യണം? ഫസ്റ്റ് ഇവർ തമ്മിലുള്ള ഡിസ്കഷൻസ് എന്ന് പറയുന്നത്, അതിനുശേഷം അത് സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒരു ആർബിട്രറി അസസ്മെൻറ്റ് പോലെ രണ്ടുപേർക്കും എഗ്രിയബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഓർഗനൈസേഷൻ ആവാം, അവരെ കൊണ്ട് ഡിസ്കസ് ചെയ്യിക്കുക. അല്ലെങ്കിൽ അതിനുശേഷം ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് ലീഗൽ റെമഡീസിന് വേണ്ടിയിട്ട് അവർക്ക് ഫയൽ ചെയ്യാവുന്നത് കോർട്ടിലൊക്കെ. അപ്പോൾ ഈ രീതിയിൽ ഇവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സിനെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് വഴിയാണ് റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ക്ലോസസ് അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്ലോഷർ പ്രൊവിഷൻസ്. ഇപ്പോൾ ഒരു ബിസിനസ് ആവുമ്പോൾ നമുക്ക് കോൺഫിഡൻഷ്യലായിട്ട് അല്ലെങ്കിൽ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ലൈക്ക് ട്രേഡ് സീക്രറ്റ്സ് പോലെയുള്ള ഇൻഫർമേഷൻസും ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഓൾ കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ഫാക്ട്സ് വി നീഡ് ടു ബി റിലീസ്ഡ് അല്ലേ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽ ഫാക്ട്സ് ആണ് നമ്മൾ പബ്ലിക്കിലേക്ക് റിവീൽ ചെയ്യേണ്ടത്? ലൈക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ്, അതേപോലെ ന്യൂ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ്, ദെൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻസും കമ്പൽസറിലി ആസ് എ പാർട്ട് ഓഫ് ദ ലോ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബിസിനസ് പബ്ലിക്കിലേക്ക് റിവീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റിവീൽ ചെയ്യേണ്ട കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസും റിവീൽ ചെയ്യാൻ പാടില്ലാത്ത കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസും തമ്മിലുള്ള ക്ലാരിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടീസും തമ്മിലുണ്ടായിരിക്കണം. അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലോസസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ കോൺട്രാക്റ്റിലും ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി ഇതിൻ്റെ ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാ കോൺട്രാക്ട്സും ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്സിലേക്കാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും എന്തുണ്ടാവും, ലൈഫ് ലോങ് നമുക്ക് ആ ഒരു സപ്ലയറുമായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ പോലും ഈവൻ ദോ അവർ കോൺട്രാക്ട് ഹാസ് എ ലിമിറ്റഡ് പീരീഡ് അല്ലേ, ലീഗലി അതിനൊരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടാവും. വീണ്ടും ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ദിസ് റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ സപ്ലയർ, നമുക്കത് റിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ടെർമിനേഷൻ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലോസസും എവിടെ വേണം? ഈ ഒരു പെർട്ടിക്കുലർ SLAയിൽ വേണം. ദീസ് ആർ ദി ടിപ്പിക്കൽ കോണ്ടൻറ്റ്സ് ഓഫ് SLA. അപ്പോൾ സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. നമുക്ക് ഒരു സർവീസ് പ്രൊവൈഡറും അയാളുടെ ക്ലയൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയറും അയാളുടെ കസ്റ്റമർ ഓർഗനൈസേഷനും തമ്മിലുള്ള ഈ ഒരു എഗ്രിമെൻറ്റിനെയാണ് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദെൻ ഒരു ചെറിയ പോർഷൻ പറയുന്നുണ്ട് സപ്ലയർ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് എ ബിസിനസ് പ്രാക്ടീസ് യൂസ്ഡ് ടു മെഷർ, അനലൈസ് ആൻഡ് മാനേജ് ദ ഓവറോൾ സപ്ലയേഴ്സ് പെർഫോമൻസ്. ഓക്കെ, ടു കട്ട് ദ കോസ്റ്റ്, ടു റെഡ്യൂസ് ദ റിസ്ക് ആൻഡ് ടു ഡ്രൈവ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സപ്ലയേഴ്സ് പെർഫോമൻസ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്ത്, സപ്ലയർ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെ, അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സപ്ലയർ തുടങ്ങിയുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നതെന്ന്. അതിൽ തന്നെ ആദ്യത്തെ പാർട്ട്ണറാണ് സപ്ലയർ എന്ന് പറയുന്നത് അല്ലേ. പിന്നീട് വരുന്ന മാനുഫാക്ചേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇങ്ങനെയുള്ളവർ ബാക്കിയുണ്ട്. ഇവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ്, റോള് ഇങ്ങനെയുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ പാർട്ട്ണർ ഇസ് ബീയിങ് ദ സപ്ലയർ. സപ്ലയറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, എനി പേഴ്സൺ ആവാം, എൻറ്റിറ്റി ആവാം, ബിസിനസ് ഓർഗനൈസേഷൻ ആവാം, who supplies any machine, tool or equipment to a workplace
ഷാൽ എൻഷുർ ദാറ്റ് ദ മെഷീൻ ഓർ ഡിവൈസ് ഓർ ടൂൾ ഓർ എക്യുപ്മെൻറ്റ് ഇസ് ഇൻ എ ഗുഡ് കണ്ടീഷൻ. അത് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഏത് സപ്ലയർ ഏത് കൈൻഡ് ഓഫ് റോ മെറ്റീരിയൽസോ കോമ്പണൻസോ അസംബ്ലിംഗ് പാർട്സോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റോ മെഷീനറീസോ എന്തും ആവട്ടെ, സോ അയാൾ സപ്ലൈ ചെയ്യുന്ന ഈ ഐറ്റംസ് ഏതായാലും അതെല്ലാം പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനാണ്. ടൂളാണെങ്കിലും ഡിവൈസ് ആണെങ്കിലും എല്ലാം ഗുഡ് കണ്ടീഷനിലാണ് എന്ന് എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് സപ്ലയറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ആൻഡ് ദെൻ ഹി ഹാവ് ടു ensure that the written instructions about how to use this equipment safely എന്നുള്ളത്. ഇതിൽ വാർണിംഗ് റിക്വയർമെൻറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ, അതല്ല ഇതിൻ്റെ യൂസേജ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ്, ഈ ടൂൾസോ ഡിവൈസസോ അല്ലെങ്കിൽ ഇപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസസോ എന്തും ആവാം, അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് തന്നെ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് സപ്ലൈ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സേഫ് വെൻ ഇൻസ്ട്രക്ഷൻസ് ആർ ഫോളോഡ് കറക്റ്റ്ലി. ഇപ്പോൾ കെമിക്കലായിട്ട് വരുന്ന തരത്തിലുള്ള സബ്സ്റ്റൻസസ് ഒക്കെയാണ്, അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന സപ്ലയർ ആണെങ്കിൽ പ്രോപ്പറായ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ്, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് വൈൽ ദേ ആർ യൂസിങ് ദിസ് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസസ് അതെന്തൊക്കെയാണെന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അൺലെസ് അതിൻ്റെ പേരിൽ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജോ ഡിഫക്റ്റോ അത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഹി ഹാവ് ടു മെയിൻറ്റെയിൻ ദ എക്യുപ്മെൻറ്റ്സ് ഇൻ സേഫ് കണ്ടീഷൻ. പ്രോപ്പർ കണ്ടീഷനിൽ, സേഫ് കണ്ടീഷനിൽ അയാളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സിനെ ഓൾവേസ് ഹി ഹാവ് ടു മെയിൻറ്റെയിൻ. Then they have to reveal the business activities, structure, financial position and performance. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസും ഉണ്ട്, അതല്ലാതെ റിവീൽ ചെയ്യാൻ പാടില്ലാത്ത ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ റിവീൽ ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസിൻ്റെയും ഇൻഫർമേഷൻസിൻ്റെയും പെർവ്യൂവിൽ വരുന്നതാണ് ഈ പറയുന്ന ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ ഏത് രീതിയിലാണ്, ആൻഡ് ദർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ലൈക്ക് ദിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് പൊസിഷൻ and their financial performance and also overall performance of the organization. ഇതൊക്കെ they have to reveal to the other partner. എങ്കിലേ ഇവർക്കൊരു കോർഡിനേറ്റഡ് മാനറിൽ ഈ പറയുന്ന ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ റിവീൽ ചെയ്യേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും പ്രോപ്പറായ രീതിയിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് one more thing is the adverse effects on the community അല്ലെങ്കിൽ environment and also the natural resources are to be minimized while safeguarding the health and safety of the public. അല്ലേ, നമുക്ക് ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിറ്റിക്കോ, അതായത് ഏത് സറൗണ്ടഡ് ഏരിയയിലാണോ ബിസിനസ് വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലുള്ള കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള എൻവയോൺമെൻറ്റിനോ അല്ലെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസിനോ ഒന്നും യാതൊരു തരത്തിലുമുള്ള ഇഷ്യൂസും ആൻഡ് ഓൾസോ ടു ദ പബ്ലിക് അവരുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അവരുടെ ഹെൽത്ത്, ഇതിനൊന്നും യാതൊരു രീതിയിലുമുള്ള ഇഷ്യൂസ് ഈ ഒരു പെർട്ടിക്കുലർ സപ്ലയറുടെ ഭാഗത്തു നിന്നുള്ള പ്രൊഡക്റ്റ് കൊണ്ടോ സർവീസ് കൊണ്ടോ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ആ ഒരു സപ്ലയർക്കുണ്ട്. ആൻഡ് ദെൻ ഹി ഹാവ് ടു റെഡ്യൂസ് ദ കൺട്രോൾ ഓർ എലിമിനേറ്റ് ദ വേസ്റ്റ് വാട്ടർ ആൻഡ് പൊല്യൂഷൻ അറ്റ് ദ സോഴ്സ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബിസിനസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഈ കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് വേസ്റ്റേജസ് അല്ലേ, അല്ലെങ്കിൽ പൊല്യൂഷൻസ് എന്ന് പറയുന്നത്, വെദർ ഇറ്റ് ഈസ് സൗണ്ട് ഓർ എയർ പൊല്യൂഷൻ ഓർ വാട്ടർ പൊല്യൂഷൻ, ഇതെല്ലാം തന്നെ അറ്റ് ദ സോഴ്സിൽ തന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്കിൾ ചെയ്യാനോ അതല്ലെങ്കിൽ അതിനെ പ്രോപ്പറായി സോഴ്സിൽ തന്നെ നമുക്ക് അതിൻ്റെ റിഡക്ഷന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ സെറ്റ് ചെയ്യാനോ ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് സപ്ലയർക്കുണ്ട്. ആൻഡ് ദെൻ കൺഫേം ടു ആപ്ലിക്കബിൾ ലേബലിംഗ് ആൻഡ് വാർണിംഗ് റിക്വയർമെൻറ്റ്സ്. പ്രോപ്പറായ രീതിയിലുള്ള വാർണിംഗ് റിക്വയർമെൻറ്റ്സ് എബൌട്ട് ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് സേഫ്ലി എന്നുള്ളതിനെക്കുറിച്ച്. ദെൻ നമുക്ക് ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഈ പറയുന്ന പാക്കേജിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ലേബലിംഗ് പ്രോപ്പർ ആയിരിക്കണം. ഇതെല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ടൈംലി റിപ്പോർട്ട് ഓഫ് അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻസ് എന്നുള്ളത് പ്രോപ്പർ അല്ലാത്ത വർക്കിംഗ് കണ്ടീഷൻസ് ആണെങ്കിൽ ഹി ഹാവ് ടു ഗീവ് ദ ഹിൻറ്റ് ടു ദി അതർ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസിനും ഒക്കെ. നമുക്കൊരു സേഫ്റ്റി വർക്കിംഗ് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണം, മറ്റുള്ള പാർട്ട്നേഴ്സിലേക്ക് അത് നമ്മൾ ഇൻഫോം ചെയ്യണം. ആൻഡ് ദെൻ ദിസ് ഐഡൻറ്റിഫൈ, മാനേജ് ഓർ ഷെയർ ഓർ മൂവ് ആൻഡ് ഹാൻഡിൽ ഹസാർഡസ് സബ്സ്റ്റാൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ. സോ ഹസാർഡസ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ആസ് പെർ ദ ലോ
ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ലോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് മാനേജ് ചെയ്യുകയും അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് മൂവ് ചെയ്യുകയും അത് ഹാൻഡിൽ ചെയ്യുകയും വേണം. ഇപ്പോൾ നിങ്ങൾ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഡീൽ അബൌട്ട് ദിസ് ഹസാർഡസ് സബ്സ്റ്റൻസസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ്ലിങ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് തന്നെ ലോജിസ്റ്റിക്സിലൊരു ഡിഫറെൻറ്റ് സെക്ഷനാണ്. സോ ഹസാർഡസ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയും. ആൻഡ് ദീസ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ദി പീപ്പിൾ, എൻവയോൺമെൻറ്റ് ആൻഡ് ദ പ്രോപ്പർട്ടി ഇഫ് ട്രാൻസ്പോർട്ടഡ് ഓർ ഹാൻഡിൽ കെയർലെസ്ലി. ഓക്കെ, കെയർലെസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിനും പീപ്പിളിനും, അത് ഹാൻഡിൽ ചെയ്യുന്ന മാനുവലി ഹാൻഡിൽ ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ അത് എൻവയോൺമെൻറ്റിന് തന്നെ മൊത്തത്തിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഐറ്റംസ് ആണ് ഇത്തരത്തിലുള്ള ഹസാർഡസ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ ബി ഫ്ലെയിമബിൾ ആവാം, പോയിസണസ് ആവാം, എക്സ്പ്ലോസീവ് ആവാം, റേഡിയോ ആക്റ്റീവ് ആവാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫീച്ചേഴ്സ് വരുന്ന കൈൻഡ് ഓഫ് മെറ്റീരിയൽസോ കൈൻഡ് ഓഫ് സബ്സ്റ്റൻസസോ ആണ് എന്ത്, ഹസാർഡസ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ്, ഇപ്പോൾ എക്സ്പ്ലോസീവ്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ ടോക്സിക് ആൻഡ് ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസസ് ലൈക്ക് ദിസ് പെസ്റ്റിസൈഡ്സ്, കെമിക്കൽസ്, മെഡിക്കൽ പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ളത്. അതേപോലെ ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, ന്യൂക്ലിയർ ഫ്യൂവൽ, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റേജസ്, ഇതൊക്കെ. ദെൻ കൊറോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവും, ആസിഡ്സ്, ആൽക്കലീസ്, സം കെമിക്കൽ പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദിസ് ഹസാർഡസ് സബ്സ്റ്റൻസസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ ദം and package them properly. We have to ensure the packaging meets standards and there are no leaks in that product's packages, and we have to properly label them and use adapted transportation process. That means they use the modes of transportation that are more appropriate for this hazardous goods rather than the normal kind of goods. And we have to verify the storage and signaling. Okay, so verify storage and signaling before all transit operations. അത് റിസീവ് ചെയ്യുന്നതിന് മുൻപും ഈ ട്രാൻസിറ്റിന് മുൻപും ഒക്കെ പ്രോപ്പറായ രീതിയിൽ വെരിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഹസാർഡസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഒരു സപ്ലയർ, അയാൾ പ്രോപ്പറായ രീതിയിൽ അതിൻ്റെ ഹാൻഡ്ലിങ്, അതിൻ്റെ മാനേജ്മെൻറ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ആർ ദി കോമൺ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സപ്ലയർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കിനി ഇവരുടെ റോള് ചെറുതായ രീതിയിലൊന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ഗ്രോത്ത് ആൻഡ് ദ വിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ദ വാല്യൂസ് ദാറ്റ് എ സപ്ലയേഴ്സ് ക്യാൻ ഓഫർ, അല്ലേ? അത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്ലയർ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു, ഒരു സപ്ലയർ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ, അയാളുടെ സർവീസിൻ്റെ ക്വാളിറ്റി ഏത് രീതിയിലാണ് എന്നതനുസരിച്ചായിരിക്കും നമ്മളുടെ കസ്റ്റമർ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അവരുടെ ഫൈനൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ രീതിയിൽ സപ്ലയർക്ക് വലിയ റോളുണ്ട് എന്നുള്ളതാണ്. ആൻഡ് an organization cannot offer customer superior service if their suppliers are not giving the organization the same. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ, സപ്ലയർ പ്രോപ്പറായ രീതിയിൽ പ്രോപ്പർ മെറ്റീരിയൽസ് ആൻഡ് അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രൊഡക്ഷൻ ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ് ഓർഗനൈസേഷന് അതിനനുസരിച്ച് സിമിലർ കൈൻഡ് ഓഫ് ക്വാളിറ്റി ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവരുടെ കൺസ്യൂമേഴ്സിന്, അല്ലേ? ആൻഡ് ദെൻ a good frequent contact and information sharing helps routine issues such as product availability, order handling and delivery issues and reduce the uncertainty. All this നമുക്ക് പ്രോപ്പറായ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ഷെയറിംഗ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? അത് ബിസിനസ് റിലേഷൻഷിപ്പിലല്ല, വാട്ട് എവർ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിരിക്കണം, അല്ലേ? അപ്പോൾ വിത്തൗട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും സപ്ലയറും കസ്റ്റമർ ഓർഗനൈസേഷനും തമ്മിലുള്ള കോൺടാക്റ്റ് പ്രോപ്പർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ റുട്ടീനായിട്ട് നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള പ്രോസസ്സുകൾക്കിടയിലും എന്ത് വരും? ഇഷ്യൂസ് വരാനായിട്ട് തുടങ്ങും, അല്ലേ? അതപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയുടെ കേസാണെങ്കിലും, ഓർഡർ ഹാൻഡിൽ ചെയ്യുന്ന കേസാണെങ്കിലും, ഈ മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുന്ന കേസാണെങ്കിലും ഒക്കെ. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ അൺസർട്ടനിറ്റി ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ കണ്ടിന്യൂ ചെയ്യണം. And when an organization has this kind of same frequent communication with its suppliers, it can give the supplier the chance of operational improvement and product development. പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഗനൈസേഷൻ അവരുടെ സപ്ലയറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സപ്ലയറുടെ ഓപ്പറേഷണൽ ഇംപ്രൂവ്മെൻറ്റിനും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനും അറ്റ് ദ സെയിം ടൈം
കസ്റ്റമർ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റിനും ഒക്കെ അത് വളരെ വലിയ രീതിയിൽ ട്രിഗർ ചെയ്യും എന്നുള്ളതാണ് ആ ഒരു റോൾസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ട്ണർ സപ്ലയർ ആണ്. സോ സപ്ലയറുടെ ഡ്യൂട്ടീസ് ആൻഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നാണ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വരുന്ന പാർട്ട്ണർ മാനുഫാക്ചറർ ആണ്. സോ ദാറ്റ് വിൽ ബി ഡിസ്കസ് ഓൺ ലേറ്റർ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.